ഇറാനിൽ വമ്പൻ ആക്രമണത്തിന് അമേരിക്കയുടെ നീക്കം. ഇറാനിലെ ആയത്തുള്ള അലി ഭരണകൂടത്തിനെതിരെ അതിരൂക്ഷമായ യുദ്ധത്തിന് അമേരിക്കയുടെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായുള്ള വാർത്തകളാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്. മിഡിൽ ഈസ്റ്റിലെ പ്രത്യേകിച്ച് ഖത്തറിലെയും ജോർദാനിലെയും എയർ ബേസുകളിലേക്ക് അമേരിക്ക തങ്ങളുടെ സൈനിക വിന്യാസങ്ങൾ നടത്തിയെന്നുള്ള ഏറ്റവും നിർണായകമായ വാർത്തകൾ പുറത്തുവരുന്നു. പാട്രിയോട്ട് മിസൈലിന്റെയും താഡ് ആന്റി മിസൈൽ സംവിധാനത്തിന്റെയും ഒക്കെ വലിയ വിന്യാസമാണിപ്പോൾ തെക്കൻ ഏഷ്യയിൽ അമേരിക്ക നടത്തുന്നത്. ഇറാന് ചുറ്റും വൻ ആയുധ വിന്യാസം അമേരിക്ക നടത്തിയിരിക്കുന്നു. എബ്രഹാം ലിങ്കൻ അടക്കമുള്ള അമേരിക്കയുടെ പടുകൂറ്റൻ പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിട്ട് ദിവസങ്ങളായി. എയർക്രാഫ്റ്റ് കാരിയർ പടക്കപ്പലുകളും അതുപോലെ തന്നെ മുങ്ങിക്കപ്പലുകളടക്കം അമേരിക്കയുടെ വ്യോമസേനയുടെ വൻ സന്നാഹങ്ങളാണ്, അമേരിക്കയുടെ നാവികസേനയുടെ വൻ സന്നാഹങ്ങളാണ് ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതുപോലെ തന്നെ അമേരിക്കയുടെ പടക്കപ്പലുകളും അമേരിക്കയുടെ വിമാന വാഹന കപ്പലുകളും അടക്കം ഇറാൻ തീരത്ത് നങ്കൂരമിട്ടു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. അമേരിക്കയുടെ ഏറ്റവും ശക്തമായിട്ടുള്ള B-2 ബോംബർ ജെറ്റുകൾ, ലോകത്തെ ഏറ്റവും കരുത്തുള്ള ബോംബർ ജെറ്റുകൾ, ആ B-2 ബോംബർ ജെറ്റുകളും ഇപ്പോൾ ഇറാൻ തീരത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇറാന്റെ ഏറ്റവും അടുത്ത അമേരിക്കയുടെ എയർബേസ് ആണ് ഖത്തർ എയർബേസ്, അതുപോലെ തന്നെ ജോർദാനിലെ എയർബേസ്. ആ ജോർദാനിലെയും ഖത്തറിലെയും എയർബേസുകളിലേക്ക് B-2 ബോംബറുകൾ എത്തി എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ഇതുകൂടാതെ തന്നെ ഇറാൻ അതിർത്തിക്കപ്പുറത്തേക്ക് അമേരിക്ക തങ്ങളുടെ സൈന്യത്തെയും എത്തിച്ചു എന്നുള്ള വാർത്തകളും പുറത്തു വരുന്നു. ഇതുകൂടാതെ തന്നെ മിഡിൽ ഈസ്റ്റിലെ തങ്ങളുടെ സൈനിക താവളങ്ങളിലേക്ക് കൂടുതൽ F-17 വിമാനങ്ങളും അതുപോലെ തന്നെ മറ്റ് ഫൈറ്റർ ജെറ്റുകളെയും അമേരിക്ക വിന്യസിച്ചിരിക്കുന്നു. അക്ഷരാർത്ഥത്തിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും അമേരിക്ക പൂർത്തിയായിരിക്കുന്നു. ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനുള്ള തയ്യാറെടുപ്പുകളാണ് മിഡിൽ ഈസ്റ്റിൽ അമേരിക്ക ഇപ്പോൾ തയ്യാറെടുത്തിരിക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഇറാനിലേക്ക് ഒരു യുദ്ധമുണ്ടായാൽ, ഇറാനിലേക്ക് ഒരു ആക്രമണം ഉണ്ടായാൽ ഇറാന്റെ തിരിച്ചടി അമേരിക്ക പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ ആണവായുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട്, ഇറാന്റെ ഹൈപ്പർസോണിക് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കയെ തിരിച്ചടിക്കാനുള്ള സാധ്യത മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇറാന്റെ ചുറ്റും താഡ് ആന്റി മിസൈൽ സംവിധാനം, എയർ ഡിഫൻസ് സിസ്റ്റം തന്നെ അമേരിക്ക വിന്യസിച്ചിരിക്കുന്നത്. ഇറാനിൽ നിന്നും ബാലിസ്റ്റിക് ഹൈപ്പർസോണിക് മിസൈലുകൾ പറന്നു പൊങ്ങിയാലുടൻ തന്നെ ആന്റി മിസൈൽ സംവിധാനം ഓണാവുകയും ആ മിസൈലുകളെ അമേരിക്കയുടെ താഡ് ആന്റി മിസൈൽ സംവിധാനം തകർക്കുകയും ചെയ്യും. അങ്ങനെ ഇറാന് ചുറ്റും ഒരു പത്മവ്യൂഹം തീർക്കുകയാണ് അമേരിക്ക. ഇറാനെ അടപടലം പൂട്ടുവാൻ ഒരുങ്ങുകയാണ് അമേരിക്ക. ഇറാന്റെ ഭരണകൂടത്തെ തകർക്കാനും ഇറാനെ ആയുധങ്ങളിലൂടെ ഇറാനെ ആക്രമിച്ച് നശിപ്പിക്കാനുമുള്ള വമ്പൻ നീക്കം ഇതാ അമേരിക്ക നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നു. കഴിഞ്ഞ എത്രയോ മാസങ്ങളായി അമേരിക്ക കാത്തിരിക്കുന്ന ഒരു സുവർണാവസരമാണ് കൈവന്നിരിക്കുന്നത്. നമുക്കറിയാം, മാസങ്ങളായി ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ പദ്ധതികളും ഒരുക്കുകയാണ് അമേരിക്കയും ഇസ്രായേലും. 2026 പുതുവർഷത്തിൽ തന്നെ ഇറാനിലേക്ക് ഒരു സൈനിക വിന്യാസം ഉണ്ടാകുമെന്ന് ഇസ്രായേലും അമേരിക്കയും നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇറാനിലെ ആണവ പരീക്ഷണശാലകളിലേക്ക്, ഇറാനിലെ ആണവ കേന്ദ്രങ്ങളിലേക്ക്, ഇറാനിലെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മാണ യൂണിറ്റുകളിലേക്ക്, ഇറാനിലെ ഡ്രോൺ നിർമ്മാണ യൂണിറ്റുകളിലേക്ക് ഒക്കെ തന്നെ ആക്രമണം നടത്താൻ ഇസ്രായേൽ നേരത്തെ തീരുമാനിച്ചിരുന്നു. ഇതിന് അമേരിക്കയുടെ പിന്തുണയും ഉണ്ടായിരുന്നു. നമുക്കറിയാം, 2025 ഡിസംബർ മാസം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അമേരിക്കയിലെത്തി ഫ്ലോറിഡയിൽ വെച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കണ്ടിരുന്നു. ആ കൂടിക്കാഴ്ചയിൽ ഇറാനെ ആക്രമിക്കാനുള്ള പദ്ധതികൾക്ക് ഇരു രാജ്യങ്ങളും അന്തിമ രൂപം നൽകി. ഇതിന് പിന്നാലെ ഒരു നിർണായകമായ വാർത്ത അമേരിക്കൻ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ടിരുന്നു. ആ വാർത്ത മറ്റൊന്നുമായിരുന്നില്ല, ഇസ്രായേൽ ആയിരിക്കില്ല ഇറാനെ ആദ്യം ആക്രമിക്കുക, അമേരിക്ക ആയിരിക്കും ഇറാനെ ആദ്യം ആക്രമിക്കുക. കാരണം ഇറാൻ എല്ലാ സീമകളും ലംഘിച്ചുകൊണ്ട് ഒരു പുതിയ ആണവായുധത്തിന്റെ പരീക്ഷണം നടത്തിയിരിക്കുന്നു. 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധത്തിന്റെ പരീക്ഷണം നടത്തുകയും അവ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്നു. ഇനിയും ഇറാന് വെറുതെ വിട്ടാൽ കാര്യങ്ങൾ ശരിയായി പോകില്ല. ഇനിയും ഇറാന്റെ ഈ നീക്കങ്ങളെ കണ്ണടച്ച് അംഗീകരിക്കാനാകില്ല. ഇതാണ് അമേരിക്ക ഇപ്പോൾ മുന്നോട്ട് വെച്ച നിലപാട്. അതുകൊണ്ട് തന്നെ ഇറാന്റെ എല്ലാ ആണവ പരീക്ഷണങ്ങളെയും തകർക്കാൻ വേണ്ടി ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിലേക്ക് അതിഭയാനകമായ ആക്രമണം നടത്താനുള്ള നീക്കങ്ങൾ അമേരിക്ക തീരുമാനിച്ചു. അതിനിടയിലാണ് ഡിസംബർ മാസം 28-ാം തീയതി ഇറാനിൽ ആഭ്യന്തര കലഹം പൊട്ടിപ്പുറപ്പെട്ടത്.
വിലക്കയറ്റം കൊണ്ടും കറൻസിയിലെ വിലയിടിവ് കൊണ്ടും ഉണ്ടായ ആഭ്യന്തര സംഘർഷം, ആഭ്യന്തര കലാപം അതൊടുവിൽ വലിയ കലാപമായി രൂപാന്തരപ്പെടുകയായിരുന്നു. ആഭ്യന്തര സംഘർഷത്തെ അടിച്ചമർത്താൻ ശ്രമിച്ച ഇറാൻ ഭരണകൂടത്തിനെതിരെ വലിയ പ്രക്ഷോഭമാണ് ജനങ്ങൾ തെരുവുകളിൽ കാണിച്ചത്. ആ പ്രക്ഷോഭം ഒടുവിൽ വലിയ ജനകീയ കലാപമായി മാറി. ഒടുവിൽ ആ കലാപത്തെ അടിച്ചമർത്താൻ വേണ്ടി ഹിസ്ബുള്ളയും ഹൂതികളും അടക്കമുള്ള ഇസ്ലാമിക ഭീകരന്മാരുടെ സഹായം തേടി ഇറാൻ ഭരണകൂടം. തെരുവുകളിൽ സ്ത്രീകളെയും കുട്ടികളെയും കൊന്നൊടുക്കി ആയത്തുള്ള അലി ഖമേനിയുടെ സൈന്യം. അങ്ങനെ മനുഷ്യത്വരഹിതമായ വലിയ അടിച്ചമർത്തലിനാണ് ഇപ്പോൾ ഇറാൻ സാക്ഷിയാകുന്നത്. ഇത് കൈയും കെട്ടി നോക്കിയിരിക്കാനാവില്ല എന്ന് അമേരിക്ക പലതവണ പറഞ്ഞു. ഒടുവിൽ അമേരിക്ക ആയത്തുള്ള അലി ഖമേനിക്ക് അന്ത്യശാസനം നൽകി. ഇനിയും നിങ്ങൾ സാധാരണക്കാർക്കെതിരെ, സിവിലിയൻസിനെതിരെ ആക്രമണം നടത്താനാണ് നിങ്ങൾ തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് ആയുധമെടുക്കേണ്ടി വരും. ഖമേനിയുടെ കൊട്ടാരത്തിന് നേരെ ഞങ്ങൾക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. ഖമേനിയെ ഞങ്ങൾക്ക് വധിക്കേണ്ടി വരും. ഇതായിരുന്നു ഡൊണാൾഡ് ട്രംപ് നൽകിയ മുന്നറിയിപ്പ്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പിനെ പുല്ലുവില കൽപ്പിച്ച് വലിയ വെല്ലുവിളിയാണ് ആയത്തുള്ള അലി ഖമേനി നടത്തിയത്. ഇപ്പോൾ ഇതാ 5000-ലധികം ഹിസ്ബുള്ള ഭീകരന്മാരെ ഇറാനിലെ ജനതയെ കൊന്നൊടുക്കാൻ വേണ്ടി വാടകയ്ക്ക് എടുത്തിരിക്കുകയാണ് ആയത്തുള്ള അലി ഖമേനി. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ഇറാനിൽ നിന്ന് പുറത്തു വരുന്ന വീഡിയോ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ഹിസ്ബുള്ളയുടെയും ഇറാഖിലെ മറ്റ് ഭീകര സംഘടനകളുടെയും ഭീകരന്മാർ ഇറാനിലെ തെരുവുകളിലൂടെ ആയുധങ്ങളുമേന്തി സാധാരണക്കാർക്ക് നേരെ നിറയൊഴിച്ച് മുന്നോട്ട് നീങ്ങുന്ന കാഴ്ച വലിയ ഭയാനകമായ കാഴ്ചയാണ് ഇപ്പോൾ ഇറാനിൽ കാണാനാകുന്നത്. അതിനിടയിലാണ് ഇറാനെ ആക്രമിക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും പദ്ധതികളും പൂർത്തിയാക്കി അമേരിക്ക രംഗത്ത് വന്നിരിക്കുന്നത്. B-2 ബോംബറുകൾ റെഡിയായിരിക്കുന്നു, F-15 ഫൈറ്റർ ജെറ്റുകൾ റെഡിയായിരിക്കുന്നു, എബ്രഹാം ലിങ്കൺ പടക്കപ്പൽ ഇറാന്റെ തീരത്തേക്ക് നങ്കൂരമിട്ടിരിക്കുന്നു, എയർക്രാഫ്റ്റുകൾ റെഡിയായിരിക്കുന്നു, പാട്രിയറ്റ് മിസൈലുകൾ റെഡിയായിരിക്കുന്നു, അതുപോലെ തന്നെ ടാറ്റ് ആന്റി മിസൈൽ സംവിധാനം റെഡിയായിരിക്കുന്നു. ഏത് നിമിഷം വേണമെങ്കിലും ഇറാന്റെ സർവസ്വവും കത്തിക്കുന്ന തരത്തിൽ അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകാം. ബാലിസ്റ്റിക് മിസൈൽ യൂണിറ്റുകളിലേക്ക്, ആണവ പരീക്ഷണ കേന്ദ്രങ്ങളിലേക്ക്, അതിനൊപ്പം തന്നെ ഇറാന്റെ എണ്ണപ്പാടങ്ങളിലേക്ക്, എണ്ണ ശുദ്ധീകരണശാലകളിലേക്കൊക്കെ ആയിരിക്കും അമേരിക്കയുടെ ആക്രമണം ഉണ്ടാകുക. ഇറാന്റെ എണ്ണ സമ്പത്തിനെ ഇല്ലാതാക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ അവസരമായി അമേരിക്ക ഇതിനെ കാണുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.